Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ആദ്യത്തെ ന്യൂസ് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഹൗ ഈസ് ഇന്ത്യ പ്ലാനിങ് ടു ലോക്കലൈസ് EV മാനുഫാക്ചറിങ് എന്നുള്ളതാണ്. ഈ ഒരു ന്യൂസിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് നമ്മളൊരു പുതിയൊരു സ്പെഷ്യൽ പ്ലാന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടു സപ്പോർട്ട് മേക്കിംഗ് ഓഫ് ഇലക്ട്രിക് കാർസ് ഇൻ ഇന്ത്യ. ഈ ഒരു പ്ലാനിനെ വിളിച്ചത്, ഇതിൻ്റെ ഒരു പേര് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കീം ടു പ്രൊമോട്ട് മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രിക് പാസഞ്ചർ കാർസ് എന്നുള്ളതാണ്. ദിസ് പ്ലാൻ ഇസ് കോൾഡ് സ്കീം ടു പ്രൊമോട്ട് മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രിക് പാസഞ്ചർ കാർസ്. ഈ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തത് ഒരു വർഷം മുമ്പാണ്. ഇപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ ഒഫീഷ്യൽ റൂൾസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഫോർ ഹൗ ഇറ്റ് വിൽ വർക്ക് എന്നുള്ളത്. നമ്മൾ മെയിനായിട്ട് രണ്ട് ഗോളാണ് നമുക്കുള്ളത്. ഒന്ന്, ഇലക്ട്രിക് കാറുകളുടെ പ്രൊഡക്ഷൻ അത് ഇൻക്രീസ് ചെയ്യുക ഇന്ത്യയിൽ. അതേപോലെ തന്നെ നമ്മുടെ ഇലോൺ മസ്കിനെ, ടെസ്ല പോലെയുള്ള വലിയ വലിയ ഇൻ്റർനാഷണൽ കാർ കമ്പനീസിനെ ഇന്ത്യയിലോട്ട് അട്രാക്ട് ചെയ്യുക. ഓക്കെ, ടു അട്രാക്ട് ബിഗ് ഇൻ്റർനാഷണൽ കാർ കമ്പനീസ് ലൈക്ക് ടെസ്ല ടു കം ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ. നമ്മുടെ ഗവൺമെൻറ്റിന് ഇപ്പോൾ വേണ്ടത്, ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വാണ്ട്സ് മോർ ഇലക്ട്രിക് കാർസ്, എസ്പെഷ്യലി ദാറ്റ് ഈസ് മെയ്ഡ് ഇൻ ഇന്ത്യ, ആൻഡ് ഹോപ്പ് ദാറ്റ് ബിഗ് ഗ്ലോബൽ കമ്പനീസ് വിൽ ഹെൽപ്പ് മേക്ക് ദാറ്റ് ഹാപ്പൻ എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് എന്താണ് ഓഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മുടെ കസ്റ്റം ഡ്യൂട്ടി ഇല്ലേ, അത് കുറച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഇമ്പോർട്ട് ടാക്സ് കുറച്ചിട്ടുണ്ട്. ഇലക്ട്രിക് കാർസിന് മേലെയുള്ള കസ്റ്റം ഡ്യൂട്ടി ഒരു പരിധിവരെ കുറച്ചിട്ടുണ്ട്. ദാറ്റ് ആർ ഫുള്ളി ബിൽഡ് ആൻഡ് ബ്രോട്ട് ഇൻ ടു ഇന്ത്യ. ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്തിരുന്നത് 70% to 100% വരെയും ടാക്സ് ഇതിൽ കസ്റ്റം ഡ്യൂട്ടി നമ്മൾ ഈടാക്കിയിരുന്നു. അതിനെ കുറച്ചിട്ട് 15% കുറച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു 70% നിന്ന് 15%-ോട്ട് ഈ ഒരു കസ്റ്റം ഡ്യൂട്ടി നമ്മൾ കുറയ്ക്കാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ലിമിറ്റ് ഇവിടുത്തെ ഒരു സീൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ടാക്സ് റേറ്റ് അപ്ലിക്കബിൾ ആവുന്നത്, ദിസ് ഈസ് ഓൺലി ഫോർ കാർസ് ദാറ്റ് കോസ്റ്റ് അറ്റ്ലീസ്റ്റ് $35,000. ഓക്കെ, $35,000 എന്ന് വെച്ചാൽ ഏകദേശം ഒരു 30 ലക്ഷം ഇന്ത്യൻ റുപ്പിയുടെ അടുത്ത് വരും. 29,98,000 സംതിങ് ആണ്. അപ്പോൾ ഒരു 30 ലക്ഷം. ഓക്കെ, ദിസ് ഈസ് ഓൺലി ഫോർ കാർസ് ദാറ്റ് കോസ്റ്റ് അറ്റ്ലീസ്റ്റ് 30 lakhs. ആൻഡ് ഈ ഒരു ലോ ടാക്സ് റേറ്റ് ഇത് അപ്ലൈ ചെയ്യപ്പെടുന്നത് ഇറ്റ് ഈസ് ഓൺലി ഫോർ 5 years. ഓക്കെ, പക്ഷെ ഇതിന് റിട്ടേൺ ആയിട്ട് കമ്പനീസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ചുരുങ്ങിയത് അവർ ഒരു 4,150 കോടി രൂപയെങ്കിലും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, 3 വർഷത്തിനുള്ളിൽ. ആൻഡ് ഇന്ത്യയിൽ ഈ ഒരു ദേ ഹാവ് ടു സ്റ്റാർട്ട് മേക്കിംഗ് കാർസ് ഇൻ ഇന്ത്യ വിത്ത് 25% ആ കാറിൻ്റെ പാർട്സ് ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ലോക്കലി ഇൻ 3 years എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 50% ഇറ്റ് ഹാസ് ടു ബി മെയ്ഡ് ലോക്കലി ഇൻ 5 years. ഓക്കെ, കമ്പനീസ് ക്യാൻ, പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിനൊരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ, കമ്പനീസിന് ദേ ക്യാൻ ഓൺലി ഇമ്പോർട്ട് അപ് ടു 8,000 ഇലക്ട്രിക് കാർസ് പെർ ഇയർ. ഓക്കെ, ഈ ഒരു ലോവർ ടാക്സ് റേറ്റ് നമ്മൾ പറഞ്ഞല്ലോ. ഈ ഒരു ലോവർ ടാക്സ് റേറ്റിൽ ഇവർക്ക് 8,000 ഇലക്ട്രിക് കാറുകൾ മാത്രമേ ഒരു വർഷം ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനീസിന്. ആൻഡ് ഈ ഒരു ടോട്ടൽ വാല്യൂ ഇല്ലേ, ഈ ഒരു ടാക്സ് ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നു പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ടോട്ടൽ വാല്യൂ ഈ ഒരു സ്കീമിൻ്റെ അണ്ടറിൽ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് 6,484 കോടിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ വിൽ കട്ട് ഇമ്പോർട്ട് ടാക്സ് ഓൺ സം ഇലക്ട്രിക് കാർസ് ടു അട്രാക്ട് ബിഗ് കാർ മേക്കേഴ്സ്, ബട്ട് ഓൺലി ഇഫ് ദേ ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ മാത്രമാണ് ഈ സംഭവം, ഈ ഒരു ഇമ്പോർട്ട് ടാക്സ് ഒക്കെ കുറച്ച് കൊടുക്കുള്ളൂ. ആൻഡ് അവർ ദേ ഷുഡ് സ്റ്റാർട്ട് മേക്കിംഗ് കാർസ് ഹിയർ യൂസിങ് ഇന്ത്യൻ പാർട്സ് എന്നും കൂടിയുണ്ട്. Next, we'll look on to the impact on the EV ecosystem. എക്സ്പേർട്സ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു സ്കീം, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഒരു സ്കീം, ഇത് ഇന്ത്യയുടെ EV ഇൻഡസ്ട്രിയെ ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോറിൻ കമ്പനീസ് അവരുടെ ടെക്നോളജി നമ്മളുമായിട്ട് ഷെയർ ചെയ്യണം. ഓക്കെ, ദി സ്കീം കുഡ് ഹെൽപ്പ് ഇന്ത്യാസ് EV ഇൻഡസ്ട്രി, ബട്ട് ഓൺലി ഈ ഫോറിൻ കമ്പനീസ് ഷെയർ ദെയർ ടെക്നോളജി വിത്ത് ഇന്ത്യൻ കമ്പനീസ്. അപ്പോൾ ഒരു എക്സ്പേർട്ടായിട്ടുള്ളൊരു ഷൗവിക് ചക്രവർത്തി എന്ന് പറഞ്ഞ പുള്ളി വാൺ ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനൊരു ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ ആ കമ്പനീസ് ഇന്ത്യയുമായിട്ട് നടത്തിയിട്ടില്ലെങ്കിൽ ഇന്ത്യ വെറും ഒരു പ്ലേസ് മാത്രമാവും. അതായത് ഈ കാറിൻ്റെ പാർട്സ് മാത്രം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇന്ത്യ മാറും.
വിത്തൗട്ട് ലേണിംഗ് ഹൗ ടു ബിൽഡ് ഫുൾ EVs. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ചൈന സൗത്ത് കൊറിയ പോലെയുള്ള രാജ്യങ്ങൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എങ്ങനെയാണ് ഈ ഒരു സെക്ടറിൽ സക്സസ് ആയതെന്ന് ചോദിച്ചാൽ, ഒന്ന് അവർ സ്കിൽ ഡെവലപ്മെൻറ്റ് അതിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവർ ഒരുപാട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് EV സെക്ടറിൽ നടത്തിയിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇന്നോവേഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത് അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് EV ടെക്നോളജി എങ്ങനെയാണ് ദീസ് ഹെൽപ്പ് ദം ലേൺ ആൻഡ് ബിൽഡ് ദെയർ ഓൺ EV ടെക്നോളജി. ഇനിയിപ്പോൾ ഒരു ഗ്ലോബലി ഉള്ള ട്രെൻഡും ഇന്ത്യയുടെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ട്രെൻഡും എടുക്കുന്ന സമയത്ത്, വേൾഡിലെ ഇലക്ട്രിക് വെഹിക്കിൾസ് ടോട്ടലി നമ്മൾ എടുക്കുന്ന സമയത്ത് 2024 70% ഉണ്ടാക്കിയിരിക്കുന്നത് ചൈനയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു നമ്മുടെ 2025 ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയുടെ EV സെയിൽസിൻ്റെ ഒരു കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് മോസ്റ്റ്ലി 3 വീലേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 57% 3 വീലേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, 3 വീലേഴ്സാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, ഇന്ത്യയിൽ 2024 കണക്ക് പ്രകാരം. 2 വീലേഴ്സ് 6.1% ആണ്. പാസഞ്ചർ കാർസ് 2.6% ആണ്. അതേപോലെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഒരു ശതമാനത്തിന് താഴെയുള്ളൂ. ഓക്കെ, 0.9% അടുത്താണ്. സോ ഇന്ത്യ വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മാർക്കറ്റ് ആയത് 3 വീലേഴ്സിലാണ്, ഇലക്ട്രിക് 3 വീലേഴ്സിലാണ്. 2024 ഇന്ത്യ ബിക്കെയിം ദ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് മാർക്കറ്റ് ഫോർ ഇലക്ട്രിക് 3 വീലേഴ്സ്. സോ അതിനൊരു സമ്മറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു EV സെക്ടറിലുള്ള ഒരു ബിഗ് പൊട്ടൻഷ്യലിനെ പറ്റിയിട്ടാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതായത് എസ്പെഷ്യലി 3 വീലേഴ്സിൽ. സോ പക്ഷേ നമ്മളിവിടെ നോക്കേണ്ട ഒരു കാര്യം, ലോങ് ടേം സക്സസ് ആണ് നമ്മുടെ ഒരു പ്ലാൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പാസഞ്ചർ EVs ഉണ്ടാക്കണം, അല്ലെ, കാറുകൾ. ഓക്കെ, കാറുകൾ ആ ഒരു പാസഞ്ചർ EVസിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. അതായത് ലോങ് ടേം സക്സസ് ആണ് നമ്മുടെ എയിം എന്നുണ്ടെങ്കിൽ. സോ ഇതിന് വേണ്ടത് ഫാക്ടറീസ് മാത്രമല്ല, ആ ഒരു ടെക്നോളജി കമ്പനീസ് ഇന്ത്യയായിട്ട് ഷെയർ ചെയ്യണം. ഓക്കെ, ടെക്നോളജിയും സ്കില്ലും ഇന്നോവേഷനും അവർ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇറ്റ് നീഡ്സ് മോർ ദാൻ ജസ്റ്റ് ഫാക്ടറീസ്. ഇറ്റ് നീഡ്സ് ടെക്നോളജി, സ്കിൽസ് ആൻഡ് ഇന്നോവേഷൻ ഫ്രം ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ ഈ ഒരു ന്യൂസ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, വി ലുക്ക് ഓൺ ടു ദി വേ ഫോർവേഡ് ഫോർ ഇന്ത്യാസ് EV പോളിസി. സോ കറണ്ട് സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു പുതിയ EV പോളിസി ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫോറിൻ കമ്പനീസിനെയും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും ആണ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പോളിസീസിലൂടെ നമ്മൾ എയിം ചെയ്യുന്നത് അതാണ്. നമ്മുടെ ഫോക്കസ് എന്നുള്ളത് അട്രാക്റ്റിംഗ് ഫോറിൻ കമ്പനീസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു അപ്രോച്ച് ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫോറിൻ ക്യാപിറ്റലിലാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് എക്സ്പേർട്സ് എന്താണ് സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇന്ത്യ ഷുഡ് ഓൾസോ ഫോക്കസ് മോർ ഓൺ ബിൽഡിംഗ് ഇറ്റ്സ് ഓൺ EV ഇക്കോസിസ്റ്റം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു EV മാനുഫാക്ചറിങ് അതേപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ലോക്കൽ സ്കിൽസ് നമ്മൾ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, ഇന്ത്യയിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൈവറ്റ് കാറുകളിലല്ല, പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ്, അല്ലേ. സോ ആ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ആ ഒരു സിസ്റ്റം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ EV അവിടെ കൊണ്ടുവരണം, ഇമ്പ്രൂവിങ് പബ്ലിക് ട്രാൻസ്പോർട്ട്. ആൻഡ് അതേപോലെ തന്നെ ആ ഒരു EV സെക്ടറിൽ നമ്മൾ ഇന്നോവേഷനും അതേപോലെ തന്നെ റിസർച്ച് ആൻഡ് ആ ഒരു ഡെവലപ്മെൻറ്റിലും നമ്മൾ എൻകറേജ് ചെയ്യണം. സോ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു EV ടെക്നോളജി നമുക്ക് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇന്ത്യയുടെ EV പോളിസി എന്നുള്ളത് ഇറ്റ് ഷുഡ് മാച്ച് ഇറ്റ്സ് റിയാലിറ്റി എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നത്, മെജോറിറ്റി ഓഫ് ആൾക്കാർ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് ബസ്സും ട്രെയിനും ഷെയർഡ് വെഹിക്കിൾസും ഒക്കെയാണ്, നോട്ട് പ്രൈവറ്റ് കാർസ്. സോ ഈ ഒരു പോളിസി ഇറ്റ് ഷുഡ് സപ്പോർട്ട് ദോസ് ഏരിയാസ് മോർ, അല്ലേ. സോ നമുക്ക് ഒരു കീ ടേക്ക് അവേ പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫൈനൽ മെസ്സേജ് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു നമ്മുടെ പോളിസി മേക്കേഴ്സ് ദേ നീഡ് ടു ഫൈൻഡ് എ ബാലൻസ്. ഓക്കെ, നമ്മൾ ശരിയാണ്, ഗ്ലോബൽ കമ്പനീസിനെയും അവരുടെ പണവും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ നമ്മൾ സ്വാഗതം ചെയ്യണം ഇന്ത്യയിൽ. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ലോക്കൽ ഇൻഡസ്ട്രീസിനെ കൂടി സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബട്ട് ഓൾസോ സപ്പോർട്ട് ലോക്കൽ ഇൻഡസ്ട്രീസ്, വർക്കേഴ്സ് ആൻഡ് ടെക്നോളജി to make India self-reliant in EVs over time. So that's it. We'll move on to our next news. സോ നമ്മുടെ നെക്സ്റ്റ് ന്യൂസ് നമ്മുടെ സെൻസസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ്. സോ നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ നെക്സ്റ്റ് സെൻസസ്, അതായത് നമ്മുടെ പോപ്പുലേഷൻ്റെ ആ ഒരു കൗണ്ട് ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ 2 phases. 2 ഫേസായിട്ട് ഈ ഒരു അടുത്ത സെൻസസ് നടത്തുമെന്ന് നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. So the important date for the census will be March 1st, 2027.
സോ ഇതിനെയാണ് ഈ ഒരു മാർച്ച് 1 2027. സോ അതായിരിക്കും നമ്മുടെ റെഫറൻസ് ഡേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുക. സോ ഈ ഒരു റെഫറൻസ് ഡേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സോ ദ ഡാറ്റ കളക്റ്റഡ് വിൽ റിഫ്ലക്ട് ദ സിറ്റുവേഷൻ ആസ് ഓഫ് ദാറ്റ് ഡേ. ഓക്കെ, ഈ ഒരു മാർച്ച് 1 2027 എന്നുള്ള ആ ഒരു തീയതിയിൽ കളക്ട് ചെയ്ത ഡാറ്റ ഇറ്റ് വിൽ റിഫ്ലക്ട് ദ സിറ്റുവേഷൻ ആസ് ഓഫ് ദാറ്റ് ഡേ. ഓക്കെ, സോ ഇന്ത്യയിലുള്ള ആൾക്കാരുടെ കണക്കെടുക്കാൻ പോവുകയാണ് 2027. ആൻഡ് ഈ ഒരു പ്രോസസ്സ് 2 സ്റ്റെപ്പായിട്ട് നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇപ്പോൾ സെൻസസിൻ്റെ കാര്യം, ഇന്ത്യയുടെ ചരിത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസസിൽ എന്താണ് സെൻസസ് നമുക്കറിയാം. ഇറ്റ് മീൻസ് കൗണ്ടിങ് പീപ്പിൾ. ഓക്കെ, അതേപോലെ തന്നെ വിൽ ബി കളക്ടിങ് ഡീറ്റെയിൽസ് ലൈക്ക് ഏജ്, ജെൻഡർ, ലാംഗ്വേജ്, എഡ്യൂക്കേഷൻ, റിലീജിയൻ ആൻഡ് കാസ്റ്റ്. ഏൻഷ്യൻ ടൈംസിലുള്ള സെൻസസ് എന്നുള്ള പരിപാടി ഇന്ത്യയിൽ ഉണ്ട് കേട്ടോ. ഈ ഒരു സെൻസസ് എന്നുള്ളൊരു ഐഡിയ ഇറ്റ് ഈസ് വെരി ഓൾഡ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ കൗടില്യയുടെ അർത്ഥശാസ്ത്രമൊക്കെ നമ്മൾ പഠിക്കണ്ടല്ലേ, അല്ല ഫുള്ളായിട്ട് നമ്മൾ പഠിക്കില്ല, എന്നാലും നമ്മൾ പഠിക്കണ്ടല്ലോ അർത്ഥശാസ്ത്ര കൗടില്യയുടെയാണെന്ന്. സോ നമുക്കറിയാം അത് ഒരു ഗവർണൻസിനെ പറ്റിയിട്ടുള്ളൊരു ഏൻഷ്യൻ ബുക്കാണ്. ആൻഡ് അതിൽ ഈ ഒരു സെൻസസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, അതായത് റിപ്പോർട്ട് ഡ്യൂറിങ് മുഗൾ എംപററായിട്ടുള്ള അക്ബറിൻ്റെ ആ ഒരു റൂൾ സമയത്ത് ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു എയ്ൻ-ഐ അക്ബരിയിലാണെന്ന് തോന്നുന്നു. ഓക്കെ, എയ്ൻ-ഐ അക്ബരി എന്ന് പറഞ്ഞിട്ടുള്ള അതിലൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അക്ബറിൻ്റെ സമയത്ത് അതിലും ഈ ഒരു സെൻസസിനെ പറ്റിയിട്ടുള്ളൊരു മെൻഷൻ ഉണ്ട്. ഇനിയിപ്പോൾ മോഡേൺ സെൻസസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഫസ്റ്റ് പ്രോപ്പർ സെൻസസ്, ഒരു സിങ്ക്രണസ് സെൻസസ് ഇന്ത്യയിൽ നടന്നത് 1881-ലാണ്, 1881-ലാണ്. നമുക്കറിയാം ബ്രിട്ടീഷ് റൂൾ ആ ഒരു സമയത്തായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഡൺ അറ്റ് ദി സെയിം ടൈം അക്രോസ് ദ കൺട്രി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെൻസസ് കമ്മീഷണർ, ഇന്ത്യയുടെ ആദ്യത്തെ സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് W.C. പ്ലോഡൺ ആയിരുന്നു. ഓക്കെ, സോ അന്ന് തൊട്ട്, അതായത് അൺടിൽ ഇൻഡിപെൻഡൻസ് ഇൻ 1947, ദി ഗവൺമെൻറ് കളക്റ്റഡ് ഡാറ്റ യൂസിങ് സെൻസസ് ഷെഡ്യൂൾസ്. ഓക്കെ, ഈ ഒരു സെൻസസ് ഷെഡ്യൂൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ഫോംസ് വിത്ത് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഒരുപാട് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ബട്ട് യൂഷ്വലി ആ ഒരു ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഏജിനെ പറ്റിയിട്ടുള്ളതാണ്, പിന്നെ ഒന്ന് സെക്സ്, ലാംഗ്വേജ്, ലിറ്ററസി, റിലീജിയൻ, കാസ്റ്റ് എക്സെട്ര. ഓക്കെ, അതേപോലെ തന്നെ ഹിന്ദുസിൻ്റെ കാസ്റ്റ് ഇൻഫർമേഷനും കൂടി ഇറ്റ് വാസ് ലാസ്റ്റ്ലി ഫുള്ളി കളക്റ്റഡ്. ഹിന്ദുസിനെ പറ്റിയിട്ടുള്ള ആ ഒരു കാസ്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഹിന്ദുസ് അത് അവസാനം കളക്ട് ചെയ്തത് 1931-ലാണ്. ഓക്കെ, ഫുള്ളായിട്ട് കളക്ട് ചെയ്തത്. സോ ഇനിയിപ്പോൾ ഈ ഒരു സെൻസസ് നടത്തുന്നത് നമ്മൾ പറഞ്ഞല്ലോ. സോ എങ്ങനെയാണ് ഇന്ത്യയിൽ സെൻസസ് നടത്താൻ പോകുന്നത് എന്നാണ്. സോ നമുക്കറിയാം ആരാണ് ഇതിൻ്റെ ചാർജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ് സെൻസസ് നടത്തുക എന്നുള്ളത്, അക്കോർഡിംഗ് ടു ദ സെൻസസ് ആക്ട് ഓഫ് 1948. സോ യൂണിയൻ ഗവൺമെൻറ് ഒരു സെൻസസ് കമ്മീഷണറിനെ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും ടു മാനേജ് ഇറ്റ് ദെയർ. അതേപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ, സ്റ്റേറ്റ് ഗവൺമെൻറ് എങ്ങനെയാണ് സഹായിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, സെൻസസ് ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും സ്റ്റേറ്റ് ഗവൺമെൻറ്. അതേപോലെ തന്നെ സ്റ്റാഫ്, ഇത് സർവേ എടുക്കണമല്ലോ, അതിന് ആൾക്കാർ വേണമല്ലോ. സോ മോസ്റ്റ്ലി സ്കൂൾ ടീച്ചർമാരൊക്കെ ആയിരിക്കും. സോ ആ ഒരു സ്റ്റാഫിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും ടു ക്യാരി ഔട്ട് ദ വർക്ക്. സോ 1971 തൊട്ടിട്ട് എങ്ങനെയാണ് സെൻസസ് നടന്നതെന്ന് ചോദിച്ചാൽ, ബേസിക്കലി 2 ഫേസ് ആയിട്ടാണ്. ഒന്ന് ഹൗസ് ലിസ്റ്റിംഗ് ഫേസ് ആണ്. ഓക്കെ, അതൊരു 5-6 മാസം എടുക്കും ഈ ഒരു ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ആവാൻ, ഹൗസ് ലിസ്റ്റിംഗ്. സോ ഇത് വീടുകൾ, ഹൗസസിനെ പറ്റിയിട്ടുള്ള ഡാറ്റയൊക്കെ കളക്ട് ചെയ്തിട്ട്, ലൈക്ക് സച്ച് ആസ് ദ ടൈപ്പ്, നമ്പർ ഓഫ് റൂംസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ ആൻഡ് ഹൗസ് ഹോൾഡ് ഐറ്റംസ്. രണ്ടാമത്തെ ഫേസ് എന്നുള്ളത് ബേസിക്കലി ഒരു ഫെബ്രുവരിയിലൊക്കെയാണ് അത് നടന്നു വരുന്നത്. ഒരു പോപ്പുലേഷൻ എന്യൂമറേഷനാണ്, അതായത് എല്ലാ ആൾക്കാരെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ഓക്കെ, ലൈക്ക് ഏജ്, ജെൻഡർ, എഡ്യൂക്കേഷൻ, ജോബ്, ലാംഗ്വേജ്, റിലീജിയൻ എക്സെട്ര. ഇപ്പോൾ 2011 സെൻസസിലെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 35 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ഹൗസ് ലിസ്റ്റിംഗ് ഫേസിൽ 35 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു പ്രൊവിഷണൽ റിസൾട്ട് പുറത്തേക്ക് വന്നത് മാർച്ചിലായിരുന്നു, 2011 മാർച്ചിലായിരുന്നു. ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്തത് ഏപ്രിലായിരുന്നു, 2013 ഏപ്രിലാണ് ആ ഒരു സെൻസസിൻ്റെ ഫൈനൽ റിസൾട്ട് നമ്മുടെ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തത്. സോ നമുക്ക് ഈ ഒരു ന്യൂസിൻ്റെ ഒരു കൺക്ലൂഷൻ പാർട്ടിലോട്ട് വരാം.
വിൽ ലുക്ക് ഓൺ ടു ദി വേ ഫോർവേഡ് ഫോർ ഇന്ത്യ സെൻസസ് ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസ്. സോ ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഒന്ന്, ഈ ഒരു കാസ്റ്റ് ഡാറ്റ അത് നേരെ പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യണം, അല്ലേ? കാസ്റ്റ് ഡീറ്റെയിൽസ് എന്നുള്ളത് ഇറ്റ് ഷുഡ് ബി കളക്റ്റഡ് ഇൻ എ ക്ലിയർ ആൻഡ് അക്യുറേറ്റ് വേ. അതെന്തിനാന്ന് വെച്ചാൽ നമുക്കറിയാം, റിസർവേഷനൊക്കെ അല്ലേ, അതായത് വളരെ ഫെയർ ആയിട്ടുള്ളൊരു എഫോമേറ്റീവ് ആക്ഷൻ പോളിസീസ് എടുക്കാൻ, അതായത് റിസർവേഷനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. സോ ഈ ഒരു കാസ്റ്റ് ഡാറ്റ പ്രോപ്പറായിട്ട് എടുക്കണം, എന്നാലേ ആ ഒരു റിസർവേഷൻ്റെ സംഭവങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ബാക്കി സംസ്ഥാനങ്ങളുടെ കൺസേൺസ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സെൻസസ് വന്നു കഴിഞ്ഞാൽ ഡീലിമിറ്റേഷൻ വരും. അറിയാലോ എന്താണ് ഡീലിമിറ്റേഷൻ എന്ന്? ഡീലിമിറ്റേഷൻ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുമ്പോൾ ആ ഒരു ലോക്സഭ ബൗണ്ടറീസ് ഇല്ലേ, അതിൻ്റെ ഒരു റീഡ്രോയിങ് പരിപാടിയാണ് ബേസ്ഡ് ഓൺ പോപ്പുലേഷൻ. സോ നമ്മുടെ കേരളം, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ നല്ല പേടിയുണ്ട്. അതായത് സദേൺ, അതേപോലെ തന്നെ ചില നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ, പിന്നെ ചെറിയ നോർത്തിലുള്ള ചെറിയ ചെറിയ സ്റ്റേറ്റുകൾ. സോ ഇവരൊക്കെ വളരെയധികം പേടിച്ചിരിക്കുകയാണ്. അതായത് ദേ ആർ വെറീഡ് ലൈക്ക് ദേ വിൽ ലൂസ് പൊളിറ്റിക്കൽ പവർ, അല്ലേ? ഇവർ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യണം, പോപ്പുലേഷൻ ഗ്രോത്ത് കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ പോപ്പുലേഷൻ ഗ്രോത്ത് കൺട്രോൾ ചെയ്തപ്പോൾ ഓക്കെ, ബാക്കിയുള്ള ആൾക്കാരൊന്നും കൺട്രോൾ ചെയ്തില്ല. യു പിയുടെ ഒക്കെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ കൺട്രോളൊന്നും ഉണ്ടായില്ല. സോ അവിടെയൊക്കെ പോപ്പുലേഷൻ ഭയങ്കര കൂടുതലാണ്. സോ ഇവർ തന്നെയാണ് പറഞ്ഞത് പോപ്പുലേഷൻ ഗ്രോത്ത് കൺട്രോൾ ചെയ്യണമെന്ന്. എന്നിട്ട് നമ്മളിത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഡീലിമിറ്റേഷൻ വന്നിട്ട് നമ്മുടെ ആ ഒരു റെപ്രസെൻറ്റേഷൻ ചിലപ്പോൾ കുറയാനുള്ള നല്ല സാധ്യതയുണ്ട്. സോ അതിൻ്റെ നല്ല പേടിയുണ്ട് ഈ സദേൺ, നോർത്ത് ഈസ്റ്റേൺ ആൻഡ് സം സ്മോളർ നോർത്തേൺ സ്റ്റേറ്റ്സിനൊക്കെ, ബിക്കോസ് ദേ ഹാവ് കൺട്രോൾഡ് പോപ്പുലേഷൻ ഗ്രോത്ത്, അല്ലേ, ബെറ്റർ ദാൻ അതേഴ്സ്. സോ ഈ ഒരു സ്റ്റേറ്റ്സ്, ചില സംസ്ഥാനങ്ങൾ പറയുന്നത് ആ ഒരു ലോക്സഭാ സീറ്റിൻ്റെ ആ ഒരു നമ്പർ ഇത് ഇപ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ വെക്കണം എന്നാണ്. ഓക്കെ, ടു അവോയ്ഡ് ലൂസിങ് റെപ്രസെൻറ്റേഷൻ. ആൻഡ് പിന്നെ സെൻട്രൽ ഗവൺമെൻറ് സംസ്ഥാനങ്ങളൊക്കെ ആയിട്ട് ചർച്ചകൾ നടത്തണം, അല്ലേ? ആൻഡ് ദേ ഷുഡ് എഗ്രി ടുഗെദർ ബിഫോർ മേക്കിംഗ് ചേഞ്ചസ് ടു സീറ്റ് ബൗണ്ടറീസ്. അതേപോലെ തന്നെ ഈ ഒരു 2027 നമുക്കിനി വരാൻ പോകുന്ന സെൻസസിൽ വുമൺ റിസർവേഷൻ്റെ കാര്യമാണ് നമുക്കിനി പറയാനുള്ളത്. ഓക്കെ, ആ ഒരു വുമൺ റിസർവേഷൻ ബില്ല് നമുക്കറിയാം, വിച്ച് റിസർവ് സീറ്റ്സ് ഫോർ വുമൺ ഇൻ പാർലമെൻറ്റ്. അത് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദി 2027 സെൻസസ് എന്നുള്ളതാണ്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രിലിംസ് ആൻഡ് മെയിൻസ് റെലവൻസ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? പ്രിലിംസിൽ നമുക്കറിയാം ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവർണൻസിന് അണ്ടറിൽ വരുന്നതാണ്, അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, പഞ്ചായത്ത് രാജ്, പബ്ലിക് പോളിസി, റൈറ്റ് ഇഷ്യൂസ് ആൻഡ് ഓൾ. അതേപോലെ മെയിൻസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ GS പേപ്പർ 2 വരുന്നത്, അല്ലേ? ഗവൺമെൻറ് പോളിസീസ് ആൻഡ് ഇൻ്റർവെൻഷൻസ് ഫോർ ഡെവലപ്മെൻറ്റ് ഇൻ വേരിയസ് സെക്ടേഴ്സ് ആൻഡ് ഇഷ്യൂസ് അറൈസിങ് ഔട്ട് ഓഫ് ദെയർ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ നെക്സ്റ്റ് ന്യൂസ് എന്നുള്ളത്, യെസ്, കൺസൾട്ടേറ്റീവ് റെഗുലേഷൻ മേക്കിംഗ് ദാറ്റ് ഷുഡ് ഗോ ഫർദർ എന്നുള്ളതാണ്. സോ ഈ ഒരു ന്യൂസിൻ്റെ റെലവൻസ് പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നൊരു ടോപ്പിക് ആയിരിക്കും. അതേപോലെ തന്നെ മെയിൻസിൽ ഇന്ത്യൻ എക്കോണമിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം GS പേപ്പർ 3 വരുന്നതാണ്. ഇന്ത്യൻ എക്കോണമി ആൻഡ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു പ്ലാനിംഗ്, മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. സോ ഈ ഒരു ന്യൂസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നതിന് മുമ്പ് RBI, സെബി എന്താണെന്ന് നമുക്കറിയാം, അല്ലേ? RBI നമുക്കറിയാം, നമ്മുടെ സെൻട്രൽ ബാങ്കാണ്, ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതേപോലെ തന്നെ സെബി നമ്മൾ കേട്ടിട്ടുണ്ടാവും, ന്യൂസിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, ഫെമിലിയർ ആയിരിക്കും, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സോ ഈ രണ്ടുപേരും ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഗവൺമെൻറ് റെഗുലേറ്റേഴ്സ്, അല്ലേ? സോ ഈ ഒരു RBI ആണെങ്കിലും സെബി ആണെന്നുണ്ടെങ്കിലും ദേ വർ ക്രിയേറ്റഡ് ബൈ ലോസ് പാസ്ഡ് ഇൻ പാർലമെൻറ്റ്. സോ ഇവർക്ക് ദേ ക്യാൻ മേക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദാറ്റ്, അതായത് ബാങ്കുകളെയും സ്റ്റോക്ക് മാർക്കറ്റുകളെയും ഒക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും. ഓക്കെ, ദേ ക്യാൻ മേക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദാറ്റ് ആക്ട് ലൈക്ക് ലോസ് ഫോർ ബാങ്ക്സ്, സ്റ്റോക്ക് മാർക്കറ്റ്, എക്സെട്ര. സോ ഇവിടെ നമ്മൾ പറയുന്നത് ഇവരുടെ ഒരു ട്രാൻസ്പാരൻസിയെ പറ്റിയിട്ടാണ് നമ്മുടെ ഈ ഒരു ന്യൂസ്. സോ എന്തുകൊണ്ടാണ് ഈ റെഗുലേറ്ററി ബോഡിക്ക് ട്രാൻസ്പാരൻസി വേണ്ടത് എന്നുള്ളതാണ്. വൈ ട്രാൻസ്പാരൻസി ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ പറഞ്ഞല്ലോ, ഇവർ ഗവൺമെൻറ് റെഗുലേറ്റേഴ്സ് ആണ്. ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഗവൺമെൻറ് റെഗുലേറ്റേഴ്സ് ആൻഡ് ദേ വർ ക്രിയേറ്റഡ് ബൈ ലോസ് പാസ്ഡ് ഇൻ പാർലമെൻറ്റ്. സോ ഇവർക്ക് ഈ ഒരു ലോ മേക്കിംഗ് പവേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞല്ലോ. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് അവർ ഈ ഒരു ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അവർ പബ്ലിക്കുമായിട്ട് കൺസൾട്ട് ചെയ്യണം. അതേപോലെ തന്നെ അവരുടെ ആ ഒരു ഡിസിഷൻസ് ദേ ഷുഡ് എക്സ്പ്ലെയിൻ ദെയർ ഡിസിഷൻസ് ക്ലിയർലി. പിന്നെ ഓഫ് കോഴ്സ് അവർ അക്കൗണ്ടബിൾ ആയിരിക്കണം, അല്ലേ? സോ എന്നാൽ മാത്രമാണ് ഈ ഒരു നമ്മുടെ ജനാധിപത്യത്തെയും ഡെമോക്രസിയും അതേപോലെ തന്നെ ഫെയർനെസ്സും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ, ദിസ് ഹെൽപ്സ് പ്രൊട്ടക്ട് ഡെമോക്രസി ആൻഡ് ഫെയർനെസ് ഇൻ ഹൗ റൂൾസ് ആർ മെയ്ഡ് എന്നുള്ളതാണ്. സോ 2024-25 എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് നമ്മുടെ ന്യൂസ്. ഓക്കെ, 24-25 ആർ ബി ഐയും സെബിയും, ആർ ബി ഐ മെയ്യിലും അതേപോലെ തന്നെ സെബി ഫെബ്രുവരിയിലും കുറച്ച് പുതിയ പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഫോർ ഹൗ ദേ വിൽ മേക്ക് റൂൾസ് എന്നതിനെ പറ്റിയിട്ട്, എങ്ങനെയാണ് അവർ നിയമങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഹൗ ദേ വിൽ മേക്ക് റൂൾസ് എന്നതിനെ പറ്റിയിട്ട് പുതിയ പോളിസീസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. സോ ഈ ഒരു പുതിയ പോളിസീസ് ഇതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ, ഒന്ന് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ആണ്. അതായത് ഈ ഒരു പുതിയ റൂൾസ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞല്ലോ, സോ അതിൻ്റെ എഫക്ട്സ് എന്താണ് അതിനെ പറ്റിയിട്ടുള്ള ആ ഒരു പഠനം, അതാണ് ഒരു ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പബ്ലിക് കൺസൾട്ടേഷൻസ് ആണ്. എന്തെങ്കിലുമൊക്കെ പുതിയ ഇത് കൊണ്ടുവരുന്നതിനാട്ടി മുമ്പ് ആൾക്കാരുടെ അടുത്ത് നിന്ന് ഒപ്പീനിയൻസ് ചോദിക്കുക. അതേപോലെ തന്നെ റെഗുലർ റിവ്യൂ എന്നുള്ളതാണ്. അതായത് ലൈക്ക് ചെക്കിങ് ഇഫ് റൂൾസ് ആർ സ്റ്റിൽ യൂസ്ഫുൾ ഓർ എന്തെങ്കിലും ചേഞ്ചസ് വേണോ എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് അന്വേഷിക്കുക, ആൾക്കാരുടെ അടുത്ത് ആ റിവ്യൂ എടുക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു ആർ ബി ഐയുടെ കാര്യം എടുത്താലും, ആർ ബി ഐ ആണെന്നുണ്ടെങ്കിലും സെബി ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ അവർക്ക് ദേ ഹാവ് ബെറ്റർ സിസ്റ്റം ടു മേക്ക് റൂൾസ് ഇൻ എ വേ ദാറ്റ് ഈസ് ഓപ്പൺ, ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. And next we will look on to some issues about market failure and regulation. സോ മാർക്കറ്റ് ഫെയിലിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ആ ഒരു പേരിൽ തന്നെയുണ്ട്. ചില സമയങ്ങളിൽ മാർക്കറ്റ് ഡോണ്ട് വർക്ക് വെൽ, ഓക്കെ, ഓൺ ദെയർ ഓൺ. സോ ചില സമയത്ത് മാർക്കറ്റ് ഒരു മാർക്കറ്റായിട്ട് ദേ ഡോണ്ട് വർക്ക് വെൽ. സോ ഇതിനെയാണ് മാർക്കറ്റ് ഫെയിലിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയുക വല്ല പുതിയ അൺഫെയർ പ്രാക്ടീസസോ അല്ലെങ്കിൽ ചില റിസ്ക്കോ അല്ലെങ്കിൽ കോമ്പറ്റീഷനിൽ വരുന്ന കുറവൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഓക്കെ, ഒരു മാർക്കറ്റ് ഫെയിലിയറിന് എക്സാമ്പിളാണ്. സോ നമുക്കിനി നോക്കാനുള്ളത് വൈ ആർ ബി ഐ ആൻഡ് സെബി നീഡ് എക്കണോമിക് റീസൺസ് ഫോർ റൂൾസ് എന്നുള്ളതാണ്. സോ ആർ ബി ഐയും സെബിയും ഗവൺമെൻറ് റെഗുലേറ്റേഴ്സാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അവരായിരിക്കും നിയമങ്ങളൊക്കെ ഉണ്ടാക്കുക. ബാങ്കിനും സ്റ്റോക്ക് മാർക്കറ്റിനൊക്കെ വേണ്ട നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇവരാണ് സെറ്റ് ചെയ്യുന്നത്. സോ വൈ ആർ ബി ഐ ആൻഡ് സെബി നീഡ്സ് എക്കണോമിക് റീസൺസ്. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ റീസൺ ഉണ്ടെന്നുണ്ടെങ്കിലാണല്ലോ നമ്മൾ പുതിയ റൂൾസ് കൊണ്ടുവരിക അല്ലെങ്കിൽ പുതിയ ലോസ് സെറ്റാക്കുന്നത്. ആ ഒരു എക്കണോമിക് റീസൺസിനെ ബേസ് ചെയ്തായിരിക്കുമല്ലോ. സോ ആർ ബി ഐ ആണെന്നുണ്ടെങ്കിലും സെബി ആണെന്നുണ്ടെങ്കിലും ദേ മേക്ക് ന്യൂ റൂൾസ്. ദേ ഷുഡ് ക്ലിയർലി എക്സ്പ്ലെയിൻ എന്താണ് മാർക്കറ്റിലുള്ള പ്രശ്നം എന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ പറഞ്ഞ ആ ഒരു മാർക്കറ്റ് ഫെയിലിയർ എന്തിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ റൂള് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം അവർ ആദ്യം പറയണം. ഓക്കെ, സോ ഇതിനെ പറയുന്നതാണ് ദിസ് ഇസ് കോൾഡ് ഹാവിങ് എ ക്ലിയർ എക്കണോമിക് റാഷണാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിനെ പറ്റിയിട്ട് എക്സ്പേർട്സ് എന്താണ് പറയുന്നതെന്ന് നോക്കിയാൽ ഇവിടെ നമുക്ക് പറയാനുള്ളത് FSLRCയുടെ റെക്കമെൻഡേഷനാണ്. ഈ ഒരു FSLRC സ്റ്റാൻഡ്സ് ഫോർ ഫൈനാൻഷ്യൽ സെക്ടർ ലെജിസ്ലേറ്റീവ് റിഫോംസ് കമ്മീഷൻ. 2013 എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. അതായത് റിയൽ എക്കണോമിക് പ്രോബ്ലംസിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഫൈനാൻഷ്യൽ ലോസ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, പിന്നെ ദേ ഷുഡ് ക്ലിയർലി ഫോക്കസ് ഓൺ ഫിക്സിങ് സ്പെസിഫിക് ഇഷ്യൂസ്. ഓക്കെ, ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് സ്പെസിഫിക് ആയിട്ട് ഫിക്സ് ചെയ്യണം. അതിൽ ഫോക്കസ് ചെയ്തിട്ട് വേണം പുതിയ സംഭവങ്ങൾ കൊണ്ടുവരാൻ. ഓക്കെ, ഇനി വേറെ രാജ്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ വാട്ട് അതർ കൺട്രീസ് ഡു. അതായത് ഇപ്പോൾ US കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും യൂറോപ്യൻ യൂണിയൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു റെഗുലേറ്റേഴ്സ് ഉണ്ടല്ലോ, അവർ ദേ മസ്റ്റ് ഡു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ഒരു സംഭവം അവർ പുതിയതായിട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസും കോൺസും അവർ മനസ്സിലാക്കണം. സോ അവർക്ക് ദേ ക്യാൻ എക്സ്പ്ലോർ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് എന്നുള്ളതാണ്. ബാക്കി രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ് ഈ ഒരു റൂൾസ് കൊണ്ടുവരുന്നത്. ആൻഡ് സൊസൈറ്റിക്ക് മേലെ വരുന്ന ആ ഒരു ബേർഡൻ കുറയ്ക്കാനും അവർ ശ്രമിക്കും. അവരെന്തെങ്കിലുമൊക്കെ പുതിയത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് സൊസൈറ്റിയുടെ മേലെ വരാൻ പോകുന്ന ആ ഒരു ബേർഡൻ ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നതായിരിക്കും. ആൻഡ് പിന്നെ അവർ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യും. അതായത് അവർ ചെക്ക് ചെയ്യും, അതായത് റൂൾസൊക്കെ കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ അവർ സെറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ത്യയിൽ എന്താണ് മിസ്സിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ടാൾക്കാർ പറഞ്ഞല്ലോ, ആർ ബി ഐയും സെബിയും. ആർ ബി ഐ ചെയ്യുന്നത് ഒരു ഇമ്പാക്റ്റ് അനാലിസിസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ആർ ബി ഐ ഡസ് സം ഇമ്പാക്റ്റ് അനാലിസിസ്. ഇപ്പോൾ സെബിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ളത് ഒരു റെഗുലേറ്ററി ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഈ രണ്ടുപേരും നീദർ ഈ ബോത്ത് ബട്ട്
neither clearly identifies the exact market failure or does a full economic justification. ഓക്കെ, ഇവർ രണ്ട് ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും ക്ലിയർ ആയിട്ട് എന്താണ് എക്സാക്ട്ലി ആ ഒരു മാർക്കറ്റ് ഫെയിലിയറിനുള്ള പ്രശ്നം എന്നുള്ള കാര്യം ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ആൻഡ് ഒരു ഫുള്ളായിട്ടുള്ളൊരു എക്കണോമിക് ജസ്റ്റിഫിക്കേഷൻ പറയാൻ അവർക്ക് കഴിയുന്നില്ല. ഓക്കെ, രണ്ടുപേർക്കുള്ളത് വേറെ വേറെ ജോലികളാണ്. അത് RBI ചെയ്യുന്നത് ചില ഇമ്പാക്റ്റ് അനാലിസിസും കാര്യങ്ങളൊക്കെയാണ്. സെബി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് റെഗുലേറ്ററി ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ഓക്കെ, സോ എന്താണ് നമ്മളിവിടെ കൊണ്ടുവരേണ്ട മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBI ആണെന്നുണ്ടെങ്കിലും സെബി ആണെന്നുണ്ടെങ്കിലും ദേ ഷുഡ് ക്ലിയർലി സേ വിച്ച് മാർക്കറ്റ് ഫെയിലിയർ ദ റൂൾ ഈസ് ഫോർ. എന്തെങ്കിലും റൂള് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് എന്തിനാണ്, എന്ത് മാർക്കറ്റ് ഫെയിലിയറിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ആ റൂള് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം അവർ ക്ലിയർലി സ്റ്റേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലുമൊക്കെ റൂള് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസും കോൺസും നോക്കണം. അതായത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഓക്കെ, ആൻഡ് ദേ ഷുഡ് സെറ്റ് അപ്പ് സിസ്റ്റം ടു മോണിറ്റർ ഇഫ് ദ റൂൾ ഈസ് എഫക്റ്റീവ് ഓവർ ടൈം. ഓക്കെ, ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിനെ നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് ടു മോണിറ്റർ, അതായത് ആ ഒരു റൂൾസ് എഫക്റ്റീവായിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കി ഉറപ്പ് വരുത്തണം. സോ ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ഇന്ത്യയുടെ ഈ ഒരു ഫൈനാൻഷ്യൽ റെഗുലേറ്റേഴ്സ് ദേ ഷുഡ് എക്സ്പ്ലെയിൻ വൈ ന്യൂ റൂൾസ് ആർ നീഡഡ്. ഓക്കെ, പിന്നെ അത് വർത്ത് ആണോ എന്നുള്ള കാര്യം അവർ നോക്കിയിട്ട് ഉറപ്പ് വരുത്തണം. ആൻഡ് ദേ ഷുഡ് കീപ് ട്രാക്ക് ടു മേക്ക് ഷുവർ ദേ വർക്ക് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വിൽ ലുക്ക് ഓൺ ടു നമുക്കിതിൻ്റെ ഈ ന്യൂസിൻ്റെ ഒരു കൺക്ലൂഷൻ പാർട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് വിൽ ലുക്ക് ഓൺ ടു ദ വേ ഫോർവേഡ് ഫോർ ഇംപ്രൂവിങ് റെഗുലേഷൻസ് ഇൻ ഇന്ത്യ. സോ ഇന്ത്യക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന്, വാട്ട് ഇന്ത്യ കുഡ് ഡു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ക്യാൻ മേക്ക് എ ലോ ലൈക്ക് ഈ ഒരു US ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സ് ആക്ട് ഒക്കെ ഉണ്ട്. സോ അതേപോലെ ഒരു ലോ ഒക്കെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു റെഗുലേറ്റേഴ്സ് ലോസും കാര്യങ്ങളൊക്കെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ടുള്ളൊരു ലോ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു US ഉള്ളൊരു ബോഡിയാണത് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സ് ആക്ട്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ UK കാനഡയിലൊക്കെ ഉള്ളതുപോലെ ഒരു റെഗുലേഷൻ മേക്കിംഗ് റൂൾസ് അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യ ക്യാൻ മേക്ക് എ ലോ ലൈക്ക് ദി US അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സ് ആക്ട്, ഓർ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നത് ആ ഒരു റെഗുലേഷൻ ആൻഡ് മേക്കിംഗ് റൂൾസ് ആണ് ലൈക്ക് ഇൻ UK ആൻഡ് കാനഡ. സോ ഇങ്ങനത്തെ റൂൾസ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു റൂൾസ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുതിയ റെഗുലേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദീസ് റൂൾസ് ഹെൽപ്പ് മേക്ക് ദി പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് റെഗുലേഷൻസ് മോർ ട്രാൻസ്പാരൻറ്റ്, അക്കൗണ്ടബിൾ ആൻഡ് ബേസ്ഡ് ഓൺ ഇമ്പാക്റ്റ് അനാലിസിസ്. ഈ ഒരു ട്രാൻസ്പാരൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വളരെ ഓപ്പണും ക്ലിയറും ആക്കാൻ സഹായിക്കും അല്ലേ. ആൻഡ് അക്കൗണ്ടബിൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈ ഒരു പുതിയ റൂൾസ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മേക്കിംഗ് പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് റെഗുലേഷൻസ് ഷുഡ് ബി മോർ അക്കൗണ്ടബിൾ. അത് ആൻസറബിൾ ആയിരിക്കണം. പബ്ലിക്കിൻ്റെ അടുത്ത് ഇവരെന്തിനാണ് ഈ സംഭവം കൊണ്ടുവരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് പറയണം. അതേപോലെ തന്നെ ഒരു ഇമ്പാക്റ്റ് അനാലിസിസ് നടത്തണം എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ഒരു പുതിയതായിട്ടുള്ളൊരു റൂള് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. സോ ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്ട്രോങ്ങും ഫെയറും ആയിട്ടുള്ളൊരു സിസ്റ്റം, ഈ ഒരു പുതിയ റൂൾസ് മേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സ്ട്രോങ്ങും ഫെയറും ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ദിസ് കുഡ് ഹെൽപ്പ് ലൈക്ക് എൻഷുർ ദാറ്റ് റിയൽ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, റെഗുലേഷൻസ് സോൾവ് റിയൽ പ്രോബ്ലംസ് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഇറ്റ് കുഡ് ഹെൽപ്പ് എൻഷുർ ദാറ്റ് റെഗുലേഷൻ സോൾവ് റിയൽ പ്രോബ്ലം. അതേപോലെ തന്നെ അത് എല്ലാവർക്കും ഫെയർ ആയിട്ടാണോ ആ ഒരു റൂള് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ആൻഡ് നമുക്കറിയാം എക്കണോമീസൊക്കെ ഫാസ്റ്റ്ലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. ദേ ആർ ഈ ഒരു ദി മേക്കിംഗ് റൂൾസ് ഹെൽപ്പ് എൻഷുർ ദാറ്റ് ദേ വർക്ക് വെൽ ഇൻ എ ഫാസ്റ്റ് ചേഞ്ചിങ് എക്കോണമി. സോ ഇന്ത്യക്ക് വേണ്ടത് വളരെ ക്ലിയറും ഫെയറും ആയിട്ടുള്ള സിസ്റ്റമാണ്. ഓക്കെ, ഫോർ ഓൾ റെഗുലേറ്റേഴ്സ് ലൈക്ക് RBI ആൻഡ് SEBI to make sure rules are made wisely, openly and in the public's best interest എന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ ഇന്നത്തേക്ക് അപ്പോൾ നമ്മൾ ഇന്ന് നിർത്തുകയാണ്. സോ നാളെ വേറെ കുറച്ച് ടോപ്പിക്സുമായിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.